ഇങ്ങനെ പൈത്തിക വികാരങ്ങളോട് നമുക്ക് വേണ്ടത് ഇവിടെ അതാണ്. അഗ്നിയാണ്, അതുകൊണ്ട് മൃത്യു. മരണം തിരിച്ചറിയുന്നതും അങ്ങനെയാണ്. ചൂട് പോയാൽ പോയി എന്നാണ്. ശരീരത്തിലെ ചൂട് പോയാൽ ആള് പോയി. ചൂട് അധികമായാലും ചൂട് കുറഞ്ഞാലും അപകടമാണ്. അതുകൊണ്ട് അഗ്നിയാണ് ജീവന്റെ ശരിയായിട്ടുള്ള സാധനം. ഇതിനെ അവലംബിച്ച് ഒട്ടേറെ പഠനങ്ങൾ ആയുർവേദത്തിന്റെ പ്രാചീന രംഗങ്ങളിൽ നടന്നിട്ടുണ്ട്. അവയൊക്കെ വളരെ രസാവഹവുമാണ്. അവയൊക്കെ അങ്ങേയറ്റം ശ്രദ്ധേയവുമാണ്. അതുകൊണ്ടാണ് ചൂടിനെ ഒരിക്കലും തണുപ്പുകൊണ്ട് നേരിടാൻ അമ്മമാർ അന്ന് പോയിരുന്നില്ല. ആദ്യം അത് പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം പോകാൻ. മൃത്യുവാണ് അഗ്നി. അഗ്നിയാണ് എല്ലാം നശിപ്പിക്കുന്നത്. ജീവൻ എന്ന് പറയുന്നത് ജീവനം, വെള്ളമാണ്. എല്ലാ ജീവന്റെയും തുടിപ്പ് വെള്ളത്തിലാണുള്ളത്. വെള്ളമാണ് ജീവൻ, ജലം. ജീവനം എന്ന് പേരും അതുകൊണ്ടാണ്. അപ്പൊ ജീവൻ വെള്ളമാണ്, മൃത്യു അഗ്നിയാണ്. അതുകൊണ്ട് അഗ്നിയെ മൃത്യുവിനിരയാക്കുന്ന ദേവത ജലമാണ്. യാജ്ഞവൽക്യൻ അവസാനത്തെ അടിയാണ് അടിക്കുന്നത്. അത് നല്ല ആലോചിച്ചുള്ള അടിയാണ്. ഒരു പഴുതും അന്നില്ലെന്ന് ഓർക്കണം. ഇന്നല്ല ഇത് പറയുന്നത്. ഇന്നൊരുത്തനോട് ചോദിച്ചാൽ പോലും ഇങ്ങനെ ആലോചിച്ചൊന്നും പെട്ടെന്ന് പറയാൻ പറ്റില്ല. വളരെ വേഗത്തിലാണ് പറയുന്നത്. അപ്പൊ യാജ്ഞവൽക്യൻ വളരെ പറഞ്ഞു, അഗ്നിയാണ് മൃത്യു, അഗ്നിയാണ് എല്ലാം നശിപ്പിക്കുന്നത്. എന്നാൽ വെള്ളം സർവമൃത്യുവായ അഗ്നിയെ കൂടി തിന്നുന്നു. പ്രാണങ്ങൾ വേർപെടുന്നുവോ? അപ്പോ യാജ്ഞവൽക്യ അടുത്ത ചോദ്യമായി. യാജ്ഞവൽക്യ, മനുഷ്യൻ മരിച്ചാൽ അയാളിൽ നിന്ന് പ്രാണങ്ങൾ വേർപെടുന്നുവോ ഇല്ലയോ? ഒരു സംശയമില്ല പറഞ്ഞ ഇല്ല. യാജ്ഞവൽക്യൻ പറഞ്ഞ ആ ഇതില് ഉടനെ തന്നെ പറഞ്ഞു, ഇവിടെ തന്നെ ലയിച്ചു പോകുന്നു. പ്രാണങ്ങൾ വേർപെട്ടൊന്നും പോകില്ല, ഇവിടെ തന്നെ ലയിച്ചു പോകുന്നു. മനുഷ്യൻ മരിച്ചാൽ പോകാത്തതെന്താണ്? മരിച്ചു കഴിഞ്ഞ മനുഷ്യന്റെ ഏതാണ് നഷ്ടപ്പെടാത്തത്? പേര് മാത്രം. ഭാഗ്യമൊക്കെ പോകും. അവനൊരു യശസ്സുണ്ട്, അത് മാത്രമേ നിലനിൽക്കൂ. ബാക്കിയെല്ലാം പോയിരിക്കും. ബാക്കി ഒന്നുമില്ല. വളരെ ഉറപ്പിച്ചു പറഞ്ഞു. മനുഷ്യൻ മരിച്ചാൽ വാക്ക് അഗ്നിയിൽ, പ്രാണൻ വായുവിൽ, ചക്ഷുസ് സൂര്യനിൽ, മനസ്സു ചന്ദ്രനിൽ, ശ്രോത്രം ദിക്കുകളിൽ, ശരീരം പൃഥ്വിയിൽ, ആത്മാവ് ആകാശത്തിൽ, രോമങ്ങൾ ചെടികളിൽ, തലമുടി വൃക്ഷങ്ങളിൽ, രക്തവും ശുക്രവും ജലത്തിൽ ചെന്ന് ലയിക്കുമെന്നാണല്ലോ അങ്ങീ പറഞ്ഞതിനർത്ഥം. റൈറ്റാണ്. യാജ്ഞവൽക്യന്റെ ഉത്തരത്തെ ഒന്നുകൂടെ പെരുപ്പിച്ചിട്ട് അടുത്ത ചോദ്യത്തിന് വഴി കണ്ടുപിടിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണല്ലോ അങ്ങ് പറഞ്ഞത്. പിന്നെ മനുഷ്യനെന്ന് പറഞ്ഞാൽ ആര് ആണ് ഉള്ളത് എങ്കിലെവിടെ? ഭംഗിയായിട്ടാണ് ചോദിച്ചത്. എന്ന് പറയാൻ ആരുണ്ട്? മനുഷ്യനെന്ന് പറയാൻ ബാക്കി എന്തുണ്ട്? ആരുണ്ട്? ഉണ്ടെങ്കിൽ എവിടെ? അതിനുത്തരം ആർത്തഭാഗനും യാജ്ഞവൽക്യനും പരസ്യമായിട്ട് പറഞ്ഞില്ല. യാജ്ഞവൽക്യൻ പറഞ്ഞു, ഇവരെ എല്ലാവരെയും കേൾക്ക പറയാവുന്നതല്ല, അങ്ങേക്ക് പറഞ്ഞുതരാം, നമുക്ക് രഹസ്യമായി പറയാം. എന്നിട്ട് വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു, സ്വകാര്യമായി പറഞ്ഞു, എന്താണ് ഇത്രയും കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്നാണല്ലോ ചോദ്യം. അത് എവിടെയാണെന്നുമാണല്ലോ ചോദ്യം. ബാക്കിയുള്ളത് കർമ്മം. അയാൾ ചെയ്ത നല്ലതും ചീത്തയുമായ കർമ്മം, കൃതം. ശരീരം ലയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പുനർജനി തേടാൻ ശ്രമിക്കുന്നത് അത്രയും കർമ്മങ്ങളുടെ ഒരു സഞ്ചയമാണ്. വേറെ ഒന്നും ബാക്കിയില്ല. രഹസ്യമായി പറഞ്ഞു. അത് ഈശാവാസ്യത്തിലും നിങ്ങൾക്ക് കാണാം. അഗ്നേ നയ സുഭധാരായേ. നാളെ അതെടുക്കുമ്പോൾ പറഞ്ഞേക്കും. ബാക്കിയുള്ളവർ, അവിടെ ഇരിക്കുന്നവർ അതിനെ കേൾക്കുന്ന സമയത്ത്
അവരിൽ പലരിലും വികല്പമുണ്ടാകുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇയാളെ വിളിച്ചുകൊണ്ടുപോയി പറഞ്ഞത്. കാരണം അതൊരു വലിയ ചർച്ച നടക്കുന്ന സ്ഥലമാണ്. അത് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്, ഇവർ കേൾക്ക പറയേണ്ടതല്ല, അങ്ങയ്ക്ക് പറഞ്ഞുതരാം. ഈ കർമ്മം മാത്രമാണ് തിരുശേഷിപ്പ്. ഒരുത്തൻ്റെ തിരുശേഷിപ്പ് എന്ന് പറയുന്നത് അവൻ്റെ വസ്ത്രമല്ല. നമ്മളെ സംബന്ധിച്ചതെ അച്ഛൻ്റെ വസ്ത്രം, അച്ഛൻ്റെ ഉടുപ്പ്. ഞങ്ങളൊക്കെ സ്വാമിമാരുടെയൊക്കെ ആണെങ്കിലും മുടി വരെ പിടിച്ചു പറിച്ചു. വലിയ പാടാത്. പിന്നെ ഇതിനൊരു വലിയ മ്യൂസിയം ഉണ്ടാക്കും. ചാകുന്നവരെ ഇയാളെ വെച്ച് പിരിച്ചു, ചത്തു കഴിഞ്ഞാൽ ഇയാളുടെ സാധനങ്ങൾ വെച്ച് പിരിക്കും. ഇതെല്ലാം എല്ലാവരുടെയും ഒരുപോലെ ഇരിക്കുന്ന സാധനമാണ്. ഇത് ചിലപ്പോൾ ഈ മുടി പോകും, മോഷണം. പിന്നെ ഈ ജനം കാണുന്നത് കാവല് നിൽക്കുന്നവൻ്റെ മുടി കണ്ടിച്ചു വെക്കുക. വെക്കാതിരിക്കാൻ പറ്റില്ല. ഇതൊന്നും കള്ളം പറയല്ല. പിറ്റേ ദിവസം രാവിലെ വേറൊരുത്തൻ്റെ മുടി കട്ടിയിട്ട് അവിടെ വെക്കും. ഞങ്ങൾ ഉദയനൻ്റെ വാളും പട്ടും കാണാൻ പോയി, ലോകനാർ കോവിൽ. അപ്പോൾ ചെന്നപ്പോൾ ഒരു പുതിയ വാളായിരിക്കും. അപ്പോൾ 10-20 കൊല്ലം മുമ്പ് ചെന്നപ്പം അതിൻ്റെ പിടി പുതുതാണ്, അപ്പോഴും വാള് പഴയതായിരുന്നു. അപ്പോൾ ഉടനെ അന്ന് ചോദിച്ചോ പറഞ്ഞു, അത് അതിൽ പിടി ഒടിഞ്ഞു പോയി, പകരം ഒരു പിടി ഇട്ടതാന്ന് പറഞ്ഞു. വീണ്ടും 20 കൊല്ലം കഴിഞ്ഞ മാസം ചെന്നപ്പോൾ ഇത്തവണ വാള് പുതിയതാണ്. അപ്പോൾ പറഞ്ഞു വാള് കണ്ടില്ല, അതുകൊണ്ട് പിടിയയിലേക്ക് പുതിയ വാളിട്ടു. മനസ്സിലായില്ല. പട്ട് നോക്കിയപ്പോൾ പുതിയ പട്ടാണ്. അപ്പം അവിടെ നിന്ന് കൂടുതൽ സംശയം ചോദിക്കാൻ തുടങ്ങുമ്പോൾ അവൻ വിളിച്ച് മാറ്റിക്കൊള്ളു, ഉപദ്രവിക്കരുത്. നിങ്ങൾക്ക് എന്താ വേണ്ട, ചില്ലറയാണോ? ഓരോന്ന് ഇറങ്ങിക്കോളും. വല്ല വിധത്തിലും മനുഷ്യൻ ജീവിക്കാമെന്ന് വെച്ചാൽ അതും സമ്മതിക്കുകയില്ല. ഇതൊന്നും തിരുശേഷിപ്പിൽ പെടില്ല. ഇതൊക്കെ നശിച്ചുപോയ ഇവൻ്റെ ശരീരത്തെക്കാൾ നശ്വരമാണ്. മറിച്ച് ശേഷിക്കുന്നത് ഇവൻ്റെ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും മാത്രമാണ്. ഈ പ്രപഞ്ചത്തിൽ മാനവൻ ചെയ്തു കൂട്ടിയ, ജീവജാലങ്ങൾ ചെയ്തു കൂട്ടിയ നല്ലതും തീയതുമായ കർമ്മങ്ങളുടെ ഒരു സഞ്ചയം മാത്രമാണ്. അതുകൊണ്ട് അതിനെയാണ് പരിശുദ്ധമാക്കേണ്ടതെന്ന് പറഞ്ഞുകൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കാതിരിക്കുകയും, ഞാൻ ചത്തുപോയാൽ എടുത്തു വയ്ക്കേണ്ടതൊക്കെ പ്രത്യേകം എഴുതി വെക്കുകയും ഒക്കെ ചെയ്ത് വഷളായ ഒരു പ്രപഞ്ചമായത്. ഈശ്വരാധീനത്തിനെതിരെ യാജ്ഞവൽക്യൻ്റെ ഒന്നും മുടി കണ്ടു കിട്ടാത്തത് നമ്മുടെ ഭാഗ്യം. മതിയാവും തോന്നുന്നു. വീണ്ടും അത് ഈശാവാസ്യ ഉപനിഷത്തിലുള്ളതാണ്. അതിനകത്ത് കൃതം സ്മര ക്രതോ സ്മര, കൃതം സ്മര ക്രതോ സ്മര എന്ന് മരിക്കാൻ പോകുന്നതിന് മുമ്പുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഈശാവാസ്യത്തിൽ അതിനകത്ത് നമ്മളുടെ കൃതങ്ങളാ അവിടെ സ്മരണ വരും. അടുത്ത ജന്മത്തിനുള്ള ശരീരം റെഡിയാക്കണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു ഓർഡർ കൊടുക്കണം. അത് പെട്ടെന്ന് റെഡിയാകുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അധികം കാലമല്ല. ഈ ചന്ദ്രലോകം എന്നൊക്കെ പറയുന്നത് മാനസിക ലോകങ്ങളാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് 2 ആഴ്ചയോ 3 ആഴ്ചയോ 50 കൊല്ലമോ ഒന്നും എടുക്കുകയില്ല. ഇതൊക്കെ ചടപടാന്നങ്ങ് തീരും. അങ്ങനെയുള്ള ലോകങ്ങളായതെല്ലാം. ആ സൂക്ഷ്മ ലോകങ്ങളൊക്കെ പെട്ടെന്ന് തീരും. സ്ഥൂല ലോകമാകുമ്പോഴാണ് സമയം വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഓർഡർ കൊടുക്കണം. ഓർഡർ കൊടുക്കുമ്പോൾ തൃണജളുക ന്യായത്തിലാണ് ഇവൻ കയറി പിടിക്കുന്നത്. മനസ്സിലായില്ല? ഭാഗവതം പറയുന്നത് അങ്ങനെയാണ്. അതായത് ഒരു പുല്ലട്ട, പുൽപ്പുഴു, അതിൻ്റെ ഈ കാല് ഇവിടുന്ന് പറിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാല് ഉറപ്പിക്കണം. ആ ശരീരത്തിലേക്ക് കാല് വെക്കാതെ ഇതെന്ന് വിടുകയില്ല. അതാ ഇവൻ ഈ കാത്തു കിടക്കുന്ന. അവിടെ ചിലപ്പോൾ റെഡിയാകാൻ ചെറിയ താമസം വരും. കാരണം ഇവൻ ഈ ചെയ്തു കൂട്ടിയ കർമ്മം അനുസരിച്ച് ഇവൻ്റെ തലയുടെ സൈഡിലൊരു മുഴ ജനിക്കുമ്പോൾ തന്നെ ഇവൻ്റെ തലയിൽ മുഴുവൻ വെള്ളം, ഒരു നദിയിലെ വെള്ളം മുഴുവൻ തലയിൽ, ഇവൻ്റെ കാലിനൊരു പിരിവ്
ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ അച്ചിൽ തീരുകയില്ല. മനസ്സിലായില്ല? അതിന് ഇവന്റെ കർമ്മം അനുസരിച്ച് അച്ചിന് ഓർഡർ കൊടുക്കണം അവിടെ. മനസ്സിലായി? അതൊക്കെ ഓർഡർ കൊടുത്ത് അത് ഇവൻ ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഇത് സാധാരണ രീതിയിലൊന്നും ഇങ്ങോട്ട് വിടാൻ പറ്റുകയില്ല. വളരെ കൂടിയ സൈസിലാണ് ഇവൻ സാധനം. ഇവൻ അങ്ങോട്ട് ഓർഡർ കൊടുക്കുമ്പോഴേക്കും പോരാവുന്ന പരുവത്തിലല്ല ഇവൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവൻ ഇവിടുന്ന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ബ്രഹ്മാവ് വിളിക്കും. ഒരു 10-20 ഫോൺ കോളെങ്കിലും വിളിച്ചാലാ ഈ അച്ചെല്ലാം കൂടെ ഓരോ സ്ഥലത്തുനിന്ന് വന്നു തരിക. അപ്പോൾ അതുവരെ ഇവനിങ്ങനെ കിടക്കും കാത്ത്. അവിടെ അച്ചെല്ലാം റെഡിയായി കഴിഞ്ഞാൽ ഇവൻ നേരെ കയറി അതിനകത്തോട്ടിരിക്കും. മനസ്സിലായി? ഇതാണ് അതിൻ്റെ പണി. ആ സമയത്ത് ഇവനും ഓർമ്മ വരും ചെയ്തു കൂട്ടിയ കർമ്മത്തിൻ്റെ മുഴുവൻ. ആളുകൾ വന്നു പോകുമ്പോഴൊക്കെ അവൻ ആ കർമ്മലോകങ്ങളിലാണ്, ഈ ലോകത്തല്ല. എന്നിട്ടാണ് ഇവൻ അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, അഗ്നി നീ എന്നെ നല്ല പഥത്തിലൂടെ ചലിക്കാൻ വിടണം. അതിന് നേരത്തെ നല്ല കർമ്മങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാവണം. യാത്ര രാജപാതയിലൂടെ ആകണമെങ്കിൽ. പണ്ടൊരു കാശി എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാവുമെന്നറിയില്ല. അതിന് നദിക്കക്കരെ വലിയ വനമാണ്. അപ്പോൾ ഈ നദിക്ക് ഇക്കരെയാണ് രാജാവിൻ്റെ സ്ഥാനം. 5 കൊല്ലമാണ് ഒരു രാജാവിന് ഭരിക്കാൻ കൊടുക്കുക. 5 കൊല്ലം. 5 കൊല്ലത്തെ ഭരണം കഴിഞ്ഞാൽ രാജാവിന് കുറച്ച് നാൾ കഴിയാനുള്ള സാധനമൊക്കെ ആയിട്ട് രാജാവിനെ നേരെ ഒരു വഞ്ചിയെ കയറ്റി അക്കരെ കൊണ്ടുപോയി അങ്ങ് വിടും. അവിടെ ക്രൂര മൃഗങ്ങൾ വേണ്ടത്രയുണ്ട്. ഇത് രാജാവിനെ അങ്ങ് കയറുമ്പോൾ തന്നെ തിന്നും. പിന്നെ കൊണ്ടുപോയ സാധനത്തിനൊന്നും വലിയ കാര്യമില്ല. 5 കൊല്ലത്തെ ഭരണത്തിന് ആകെ കിട്ടുന്ന ഫലം ഇതാണ്. അപ്പോൾ പലരും രാജാക്കന്മാരായി വന്നിട്ടുണ്ട്. അപ്പോൾ രാജാവായിരിക്കുമ്പോൾ ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിപ്പോകുന്ന 5 കൊല്ലം വരെ അടിച്ചു പൊളിച്ച് ജീവിക്കാനേ തീരുമാനമുള്ളൂ. വരാൻ പോകുന്നതിനെ പറ്റി ഒരു സങ്കല്പമില്ല. പോകാൻ നേരത്തെ എല്ലാവനും കരഞ്ഞു നിലവിളിക്കും. അപ്പോൾ ഒരു രാജാവ് വന്നപ്പോൾ അവൻ മിടുക്കനായിരുന്നു. അവൻ ആദ്യം ചെയ്തത് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ് ഇവൻ ഈ വനം ആദ്യം സന്ദർശിക്കുകയായിരുന്നു. ഇവൻ നേരെ ആ വനത്തിൽ പോയി. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നതിനുള്ളൊരു കൊട്ടാരമൊക്കെ അവിടെ നേരത്തെ അങ്ങുണ്ട്. പറഞ്ഞ മനസ്സിലായി? അതുപോലൊന്നായി ജീവിതം. ഈ ജന്മത്തിൽ സമ്പാദിക്കുമ്പോൾ ആലോചിക്കണം, വരാനൊരു കാലമുണ്ട്. അതിന് കണക്ക് കൂട്ടി സമ്പാദിക്കണം, അതിന് കണക്ക് കൂട്ടി ജീവിക്കണം. അടുത്ത പരിപാടി എന്തായിരിക്കും എന്നിങ്ങനെ കണക്ക് കൂട്ടി അടിക്കാൻ പറ്റണം. അങ്ങനെ അടിക്കുന്നവനാണ് ഒരുമാതിരി വിവരമുള്ളവൻ. ഇനിയൊരു ജന്മം വരുന്നുവെങ്കിൽ അതിനകത്ത് വെച്ചെങ്കിലും മോക്ഷം കിട്ടണം. അല്ലാതെ ഈ ജന്മമോ പാഴായിപ്പോയെങ്കിൽ ഇനിയുള്ള കാലം മതി അടിച്ച് നേരെയാക്കി കൊണ്ടുവരണം. അതിന് പാകത്തിന് പണിയെടുക്കണം. അതായി ഉപനിഷത്തുകളൊക്കെ തരുന്ന വിദ്യയുടെ പ്രത്യേകത. ഉദാഹരണം മനസ്സിലായോ? അപ്പോൾ അതുപോലെ ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആർത്തഭാഗനോട് പറഞ്ഞു, ആർത്തഭാഗനും ഇരുന്നു. അപ്പോഴാണ് ഭുജ്യു ഏറ്റത്. സമയം എന്തായി? 3 നോക്കട്ടെ. ശാലവും കൂടെ പോവാം. ഭുജ്യു എഴുന്നേറ്റു. നമുക്ക് ഇവരെയൊന്നും അല്ല വേണ്ടത്, ഇതിലൊക്കെ കൂടിയ സാധനം ഇരിക്കുന്നതേ ഉള്ളൂ, കൊട്ടയിൽ കിടക്കുന്നതേ ഉള്ളൂ. മദ്രരാജ്യത്ത് താൻ നടന്നു പോകുന്ന സമയത്ത്, ഭുജ്യു ആളും എടുക്കനാണ്, അയാളൊരു അനുഭവമാണ് പറഞ്ഞു. ഞാനിങ്ങനെ നടക്കുമ്പോൾ പതഞ്ജലൻ്റെ വസതിയിൽ പോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു ഭിക്ഷ. അവിടെ പോയി അദ്ദേഹത്തിൻ്റെ മകളെ ഒരു ഗന്ധർവൻ ആവേശിച്ചിരുന്നു. ആ ഗന്ധർവനോട് ഞാൻ ചോദിച്ചു, ആരാണ് നീ? ഗന്ധർവൻ പറഞ്ഞു, ഞാൻ സുധന്വാവാണ് എന്ന് മറുപടി പറഞ്ഞു. അയാളോട് ലോകങ്ങളുടെ വ്യാപ്തിയെ ചോദിക്കുന്ന കൂട്ടത്തിൽ പരീക്ഷിത്തിൻ്റെ വംശം, രാജാ പരീക്ഷിത്തിൻ്റെ വംശം, മറ്റേ പരീക്ഷിത്തല്ല, അതിന് മുമ്പുള്ളവൻ, ആ പരമ്പരയിലെ മുമ്പുള്ളവൻ എവിടെയെന്ന് ചോദിച്ചു. ഗന്ധർവൻ പറഞ്ഞു തന്ന ആ ദിവ്യ ജ്ഞാനം എനിക്കുണ്ട്. ഭുജ്യു പറഞ്ഞു, എനിക്കുണ്ട് ആ ജ്ഞാനം. അത് യാജ്ഞവൽക്യ അങ്ങയോട് ചോദിക്കുകയാണ്, പരീക്ഷിത്തിൻ്റെ വംശം എവിടെയാണ്? ചെറിയ ചോദ്യമൊന്നുമല്ല. പണ്ട് ഗന്ധർവൻ പറഞ്ഞ ഗന്ധർവ വിദ്യ അത് യാജ്ഞവൽക്യൻ അറിയാമോ? ബ്രഹ്മജ്ഞാനിയാകുമ്പോൾ എല്ലാം അറിയണ്ടേ? ആ വിദ്യ അറിയാവോ? മറുപടി ഒന്നും താമസിച്ചില്ല. അപ്പോഴേ പറഞ്ഞു, അവർ അശ്വമേധയാഗം ചെയ്തവർ പോകുന്ന സ്ഥലത്തേക്കാണ് പോയത്. ഇവനെ കുഴക്കുന്ന ഉത്തരാണ്.
കറക്റ്റ് സ്ഥലമല്ല പറഞ്ഞേ. അശ്വമേധയാഗം ചെയ്തവർ എവിടെ പോകുമോ അവിടെ അവരെത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അശ്വമേധയാഗം ചെയ്തവർ എവിടെയാണ്? സൂര്യൻ്റെ തേര് ഒരു ദിവസം ഓടുന്ന വഴിയുടെ 32 മടങ്ങ് വിസ്താരമുള്ളതാണ് ഈ ലോകം. ഈ പറഞ്ഞ ലോകം സൂര്യൻ്റെ തേര് ഒരു ദിവസം ഓടുന്ന വഴിയുടെ 32 മടങ്ങ് വിസ്താരമുള്ളതാണ് ഈ ലോകം. കർമ്മങ്ങൾ അനുഭവിക്കുന്ന ഈ ലോകം, കർമ്മഫലങ്ങൾ അനുഭവിക്കുന്ന ഈ ലോകം, അതിനു ചുറ്റും 2 ഇരട്ടി വിസ്താരം വരുന്ന പൃഥ്വി, അതിനു ചുറ്റും 2 ഇരട്ടി വലിപ്പമുള്ള സമുദ്രം, ഇത്രയുമായാൽ ഒരു അണ്ഡകപാലം എന്ന് പറയും. അതിൻ്റെ അളവാണ് ഒരു അണ്ഡകപാലം. ഈ അണ്ഡകപാലത്തിനും ഇതിന് ചുറ്റിയുള്ള അണ്ഡകപാലത്തിനും ഇടയിൽ ഒരു കത്തിയുടെ വായ്ത്തലയോളമോ ഒരു ഈച്ചയുടെ ചിറകിനോളമോ കനം വരുന്ന ആകാശ ഛിദ്രമുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു പൊട്ടുണ്ട്, ഇങ്ങനെ ഒരു ദ്വാരം. മനസ്സിലായില്ല? ഒരണ്ഡകപാലം, വേറൊരു അണ്ഡകപാലം, അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ആകാശ ഛിദ്രമുണ്ട്, വളരെ ചെറിയ. അതൊരു കത്തിയുടെ വായ്ത്തലയുടെ അത്രയും കനമുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഈച്ചയുടെ ചിറകിൻ്റെ അത്രയും ഛിദ്രമുണ്ട്. ആ ഛിദ്രത്തിലൂടെ അശ്വമേധയാഗം ചെയ്യുന്നവരെ ഇന്ദ്രൻ വായുവിന് കൊടുക്കുന്നു. സ്വസ്വരൂപമായ അവരെ വായു തന്നിൽ നിർത്തുന്നു. അതുകൊണ്ടാണ് വായുവാണ് സമഷ്ടിയും വെഷ്ടിയുമായ ദേവതയെന്ന് അങ്ങയ്ക്ക് ഗന്ധർവൻ പറഞ്ഞു തന്നില്ലേ? അശ്വമേധയാഗത്തിന്റെ ഫലം ഇതാണ്. നിന്റെ ആത്മാവ് ഇവിടെയാ ചെന്ന് ചേരുന്നത്. ഈ നിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ, നിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാവുക? അതുകൊണ്ട് നിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ പ്രാണാപാന വ്യാന ഉദാന വ്യാപാരം നടത്തുന്ന നിന്റെ ആത്മാവ്, ഇത് തന്നെ എല്ലാറ്റിൻ്റെയും ഉള്ളിലിരിക്കുന്നത്. കാള പോലെയോ കുതിര പോലെയോ ആയിരുന്നെങ്കിൽ, അപ്പോൾ ഇയാൾ തന്നെ അങ്ങോട്ട് പറഞ്ഞു, അത് കാള ഇത് കുതിര എന്നൊക്കെ പറയുന്ന പോലെയാണല്ലോ പറയുന്നത്. കാളയും കുതിരയും ഒക്കെ ആണെങ്കിൽ തന്നെ തൊട്ട് കാണിക്കായിരുന്നു. ഇത് കാളയും കുതിരയൊന്നും അല്ല. ഉഷസ്ത, കാണുന്നവനെ കാണാമോ, കേൾക്കുന്നവനെ കേൾക്കാമോ, മനസ്സിനെ വിചാരിക്കാമോ? നിന്റെ ആത്മാവാണ് എല്ലാറ്റിൻ്റെയും ഉള്ളിൽ. അതിനെ ബാഹ്യവസ്തു പോലെ അറിയില്ല. അതിനെ ആത്മാവിൽ നിന്ന് ഭിന്നമായതെല്ലാം നശ്വരമാണ്. അങ്ങനെയാണ് അതിനെ അറിയുന്നത്. അവനും ഇരുന്നു, ഇനി അവനും നിവൃത്തിയില്ല. അത് കഴിഞ്ഞ് കഹോലനേറ്റു. കഹോലൻ എന്ന് പറയുന്ന അടുത്ത ഋഷി. ഏതാണ് നിരന്തര പ്രത്യക്ഷം, ഏതാണ് എല്ലാറ്റിനെയും ഉള്ളിലുള്ള ആത്മാവ്, അങ്ങ് അവന് പറഞ്ഞു കൊടുത്തല്ലോ, അതിനെപ്പറ്റി വീണ്ടും പറയും. അതാണ് നിന്റെ ആത്മാവ്. വീണ്ടും അത് തന്നെ പറഞ്ഞു. ഏതാണ്? വിശപ്പും ദാഹവും ഇല്ലാത്തതും കാമമോഹങ്ങൾ അകന്നതും ജന്മമൃത്യു ജരാ തീണ്ടാത്തതും ആയ ആത്മാവ്. അങ്ങനെ ഒരു ആത്മാവുണ്ടോ? ഉണ്ട്. അങ്ങനെയുള്ളതാണ് ആത്മാവ്. ഈ ആത്മാവിനെ കേട്ടറിഞ്ഞ പണ്ഡിതന്മാർ ഈഹലോക സാധനമായ പുത്രനിലും കർമ്മലോക സാധനമായ ധനത്തിലും തൽഫലമായ പിതൃലോകം ദേവലോകം തുടങ്ങിയവയിലും മനസ്സ് രമിക്കാത്തവരായി സർവകർമ്മങ്ങളും ഉപേക്ഷിച്ച് ജീവനത്തിനുള്ളത് മാത്രം ആഹരിച്ച് ശുദ്ധമായ ആനന്ദത്തിൽ മുഴുകിയവരായിരിക്കുന്നു. അവരാണ് ബ്രാഹ്മണർ, അവരാണ് ബ്രഹ്മജ്ഞാനികൾ. ആത്മാവൊഴിച്ചുള്ളതെല്ലാം നശ്വരമാണ്. കഹോലനൊരുന്നു. ഇത്രയും കഴിയുമ്പോഴാണ് വചക്കനുവി എഴുന്നേൽക്കുന്നത്. അതാണ് ബൃഹദാരണ്യകത്തിലെ ഏറ്റവും നല്ല സന്ദർഭവും. ഗാർഗി വചക്കനുവി, കേട്ടിട്ടുണ്ടാവും ഈ പേര്. ഇത് വായിക്കാതെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വചക്കനുവി ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാജ്ഞവൽക്യൻ, ഇനി നീ ചോദിച്ചാൽ നിന്റെ കഴുത്ത് ഞാൻ വെട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങളുടെ ഒരു വിമൻസ് ലിബറേഷൻ്റെ ഒരു നേതാവ്, ഒരു പെണ്ണും പിള്ളയുണ്ട്. രാവിലെ റേഡിയോയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ചില സാധനമൊക്കെ തപ്പിയിട്ട്, എവിടുന്നാണെന്നൊന്നും പറയില്ല, ഉപനിഷത്തിലൊന്നും അങ്ങനെയില്ല. പിന്നെ നിങ്ങളുടെ കുറേ കവികളുണ്ട്. അടുത്ത കാലത്ത് ഒരു കവിത തന്നെ ഈ ഗാർഗിയെയും യാജ്ഞവൽക്യനെയും പറ്റി പ്രീ ഡിഗ്രിക്കാർക്ക് പഠിക്കാനുണ്ടായിരുന്നു, ഇല്ലേ? എന്താ കവിതയുടെ പേര് ഓർക്കുന്നുണ്ടോ? ഇല്ല. അടുത്ത കാലത്ത് മലയാള അധ്യാപകരുണ്ടോ? ഈ കൂടെ ഇല്ല.
ഉണ്ടെങ്കിൽ ഓർമ്മയുണ്ടോ? ഇപ്പോൾ ഉണ്ടെങ്കിലും മിണ്ടുകയില്ല. കാരണം പഠിപ്പിച്ചാണെങ്കിലും ഓർമ്മയൊന്നും കാണുകയില്ല. പഠിപ്പിക്കുമ്പോഴുള്ള ഗൈഡ് നോക്കിയൊക്കെ പഠിപ്പിക്കും. ചെയ്യാവുന്നതെല്ലാം ചെയ്യണം. അപ്പോ അതിനകത്ത് ഗാർഗി പുലയവനിതയാണ്, യാജ്ഞവൽക്യൻ ബ്രാഹ്മണനാണ്. ഇതൊരു മഹാപരാധ ചെയ്തു വെക്കുന്നത്. കവിയുടെ പേര് സച്ചിദാനന്ദൻ എന്നാണ്. കവിത എഴുതിയിരിക്കുന്നത് യാജ്ഞവൽക്യന്റെ മുന്നിൽ ഗാർഗി എഴുതാൻ പേനയൊന്നുമില്ല ഗാർഗിക്ക്. അതുകൊണ്ട് കരി കൊണ്ട് കവിത എഴുതി കളം വരച്ചു. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഉപനിഷത്ത് മുഴുവൻ അത് കേൾക്കുന്ന കുട്ടികളെടുത്ത് കത്തിക്കും. ആ രീതിയിലൊരു കവിതയാണ്. എവിടുന്നാണ് ഇദ്ദേഹത്തിന് ഈ കഥ കിട്ടിയത്? ഏത് അവലംബമാക്കിയാണ് എഴുതിയിരിക്കുന്നത്? നമ്മുടെ ഈ പുതിയ സാഹിത്യകാരന്മാരൊക്കെ ആ പുസ്തകം വായിക്കാതെ എഴുതും. അങ്ങനെ ഒരു നോവലിസ്റ്റ് ഉണ്ട് നമുക്ക്, വളരെ പ്രസിദ്ധനാണ്. അതായത് കുന്തിക്ക് വിറകുവെട്ടുകാരനിൽ പിള്ളേരുണ്ടായി. മഹാഭാരതത്തിൽ അങ്ങനെയില്ല. കുതിരക്കാരനിലുണ്ടായി. ആ ഊഴം എത്രാമത്തെയാണെന്ന് എനിക്ക് നിശ്ചയമില്ല. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ എഴുതുന്നത്? സ്വന്തം ഭാവനയെ വല്ലതും എഴുതാനില്ലാതായാലും ഇങ്ങനെ മോഷ്ടിക്കുമ്പോൾ അത് നേരാൻ വണ്ണം എഴുതിക്കൂടെ?